നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വാടനപ്പള്ളിയിൽ തെങ്ങിൽ നിന്ന് വഴുതി വീണ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെയും ശീവേലി നടപ്പുര നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപനം നടത്തി. നവീകരിച്ച മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശ ഈ മാസം 16-ന്. തിരുനാൾ നവംബർ 21 മുതൽ 24 വരെ. വാർത്തകളിലേക്ക് വിശദമായി. തെങ്ങിൽ നിന്ന് വഴുതി വീണ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. വാടനപ്പള്ളി ബീച്ച് വടക്കൻ വേലായിയുടെ മകൻ ശിവനാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6:45 സംഭവം. വാടനപ്പള്ളി ബീച്ച് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ തെങ്ങ് കയറുമ്പോഴാണ് കാൽ വഴുതി താഴെ വീണത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. സുധയാണ് ഭാര്യ. സുമേഷ്, സുധീഷ്, സുകേഷ് എന്നിവർ മക്കളാണ്. മരുമക്കൾ ഷീബ, ധന്യ, ഷീബ. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ SN ഷജറത്ത്, +2 സീനിയർ അധ്യാപിക MS സ്മിത, പ്രധാന അധ്യാപിക PV ഷൈനി എന്നിവർ സംസാരിച്ചു. പുതിയ PTA പ്രസിഡന്റായി UK ഗോപാലിനെയും വൈസ് പ്രസിഡന്റായി ബിന്ദു ഉണ്ണികൃഷ്ണനെയും MPTA പ്രസിഡന്റായി ശ്രീജ അജയകുമാറിനെയും തെരഞ്ഞെടുത്തു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ്, ലിയോ ക്ലബ്ബ് അംഗങ്ങൾ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രാത്രി ഭക്ഷണം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് PK ഏകലവ്യന്റെ നേതൃത്വത്തിൽ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ദേവി ചന്ദന, ബോബിയ ബിൽട്ടൺ, റോൺ ബിൽട്ടൺ, ഗോകുൽ ഗോപൻ, നവരംഗ് ചന്ദ്, ശ്രീഹരി PG എന്നിവർ നേതൃത്വം നൽകി. ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന റാണി പ്രതാപൻ, പ്രതാപൻ കളത്തിൽ, NM സുരേഷ്, ബിൽട്ടൺ തച്ചിൽ, ബിന്ദു സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം ചിലങ്ക ബീച്ച് ആലിങ്ങൽ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തെ മഹാലക്ഷദീപ സമർപ്പണം ഈ മാസം 16-ന് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6-ന് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി കപിലാശ്രമം ഭദ്രദീപം തെളിയിക്കും. ചടങ്ങിൽ ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് ഉണ്ണിരാജൻ, സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ നുസ്രത്ത് ജഹാൻ, കർണാടക ഹിന്ദു മഹാസഭ പ്രസിഡന്റ് ഡോക്ടർ മനോജ്, ചലച്ചിത്ര താരങ്ങളായ ദേവൻ, കുമാരി ദേവനന്ദ, മോക്ഷ, ഋഷി സുരേഷ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടനപ്പള്ളി തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി, PI സജിത എന്നിവർ പങ്കെടുക്കും. കൺവീനർ വാസുദേവൻ AK, രത്നാകരൻ ആലിങ്ങൽ, മുരളി ആലിങ്ങൽ, ഷിബു ആലിങ്ങൽ, അനിൽകുമാർ ആലിങ്ങൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ആദ്യമായിട്ട് മഹാലക്ഷദീപം എന്ന പരിപാടി നടക്കുകയാണ്. അതിന് ഭാഗ്യം ലഭിച്ചത് തളിക്കുളം ആലിങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്ര ഗ്രൗണ്ടിലെ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടത്തുന്നത്. നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ച വൈകിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. സമയം ദീപാരാധന സമയത്താണ് തിരികൊളുത്തുന്നത്. തിരികൊളുത്തുന്നതിൻ്റെ പ്രത്യേകത, നമ്മുടെ കപിലാശ്രമം സ്വാമിജി തിരികൊളുത്തുകയും അതോടൊപ്പം തന്നെ ആ തിരി മറ്റ് സെലിബ്രിറ്റികളും മുതിർന്ന കാരണവന്മാരും മറ്റു മതത്തിലെ മറ്റ് സാമുദായിക പ്രമുഖരായിട്ടുള്ള ആളുകൾ ദീപം കൈമാറി 1500ഓളം സ്ത്രീകൾക്ക് കൊടുത്തതിന് ശേഷം സ്ത്രീകളാണ് തിരികൊടുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ സമേതം വിമുക്തി ജീവിതമാണ് ലഹരി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം GVHSSൽ നടന്നു. വാടനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ BG സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന പ്ലക്കാർഡുകൾ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്ലക്കാർഡുകൾ, നിങ്ങൾ ലഹരിക്കെതിരെയുള്ള ഓരോ വാചകങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? എന്താണ് ലഹരി എന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും പറയാമോ എന്താണ് ലഹരി? എന്താണ് ലഹരി എന്ന് പറയാമോ? പറഞ്ഞോ, അറിയാവുന്നവർ പറഞ്ഞോ, എന്താണ് ലഹരി പറഞ്ഞോ. നിങ്ങൾ എഴുതിയിരിക്കുകയല്ലേ? പറഞ്ഞോ, കുറച്ച് പറഞ്ഞോ. ആ, ശരി ശരി, ഓക്കെ. ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ കുട്ടികളോട് ചോദിക്കും എന്താണ് ലഹരി. അവർ ഉടനെ ചാടി അടിച്ചെന്ന് പറയും മദ്യം, കഞ്ചാവ്,
ഇങ്ങനെ കുറേ ലഹരി വസ്തുക്കളുടെ പേര് പറയും. നമുക്കതാണോ ലഹരി? അല്ല, അല്ലേ? നമ്മുടെ ജീവിതം തന്നെയാണ് ലഹരി, അല്ലേ? നിങ്ങളുടെ ലഹരി പഠിക്കുക എന്നാണ് നിങ്ങളുടെ ലഹരി. ഇതിനിടയിൽ നമുക്ക് മറ്റു ലഹരികളുണ്ടല്ലേ? എന്താണ്? ഡാൻസ് കളിക്കുക, ആർട്സിനോട്, സ്പോർട്സിനോടൊക്കെ ലഹരി ഉണ്ടല്ലേ? ഇതിനിടയിൽ അറിയാതെ ബന്ധപ്പെടുന്ന ഒരു മാരക വിപത്താണ്, മാരക ലഹരിയാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു മാരക ലഹരിയാണ് മയക്കുമരുന്ന്. PTA പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BRC BPC TV ചിത്രകുമാർ മുഖ്യാതിഥിയായിരുന്നു. SMC ചെയർമാൻ രജീഷ് MB, MPTA പ്രസിഡന്റ് സ്മൃതി MM, പ്രധാന അധ്യാപിക അബ്സത്ത്, വിമുക്തി കോർഡിനേറ്റർ ജാസ്മിൻ BH എന്നിവർ സംസാരിച്ചു. തുടർന്ന് രംഗചേതന തൃശൂർ തിയേറ്റർ ആർട്ടിസ്റ്റ് KV ഗണേഷ് ജീവിതമാണ് ലഹരി എന്ന വിഷയത്തെക്കുറിച്ച് നാടകാവതരണം നടത്തി. തളിക്കുളം പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്തു. നല്ല സ്വരത്തിൽ നല്ല ശബ്ദമൊക്കെ ഉള്ളവര് പാട്ട് പഠിച്ചവരൊക്കെ നന്നായി പാടും. എന്നെ പോലെയുള്ളവര് താളത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പാടാൻ പറ്റും. നമുക്ക് ആ ഒരു ഉറപ്പിൽ എല്ലാവർക്കും പാടാനുള്ള അവകാശമുണ്ട്. പോലീസാണോ എഴുന്നേക്കാതെ നിൽക്കുന്നത്? അയ്യോ, പോലീസ് രക്ഷപ്പെടില്ല. ഓരായിരങ്കിളി കൂടുവെച്ചു ഒന്നാനം കുന്നിൽ, ഓരാരി മണ്ണിൽ ഓരായിരങ്കിളി കൂടുവെച്ചു. തൃപ്പയാർ കാഞ്ഞാണി റോഡിൽ പെരിങ്ങോട്ടുകര 3 കൂടിയ വഴി മുതൽ 4 കൂടിയ വഴി വരെ റോഡ് പുനരുദ്ധാരണം നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച ഈ ഭാഗത്തെ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. 105 വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെയും ശീവേലി നടപ്പുര നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപന കർമ്മം കാനാടിക്കാവ് മഠാധിപതി കെ വിഷ്ണു ഭാരതീയ സ്വാമികൾ നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി, കൺവീനർ ഗോപി കോരത്ത്, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാലൻ, മാനേജർ പ്രദീപ്, സമാജം ഭരണസമിതി അംഗങ്ങൾ, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ, SNGS സംരക്ഷണ സമിതി, മാതൃസമിതി, ക്ഷേത്ര വിദ്യാലയ സമിതി കൺവീനർ സജീവൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സിജിത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സത്യം വധ ധർമ്മം ചര, സത്യം പറയണം, ധർമ്മം ആചരിക്കണം. മനുഷ്യൻ 4 ധർമ്മങ്ങളാണ് ആചരിക്കുന്നത്: സത്യം, ദയ, ദാനം, തപസ്. സത്യം പറയണം, കള്ളം പറയണം. ദാനം ചെയ്യണം. നല്ല മനസ്സോടുകൂടി കണ്ടറിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യണം. ദയുള്ള മനസ്സുണ്ടാവണം. സഹജീവികളെ നമ്മൾ അവരോട് ദയ കാണിക്കണം. അതുപോലെ തന്നെ തപസ് എന്ന് വെച്ചാൽ ഉപാസന എന്നുള്ള അർത്ഥം, ഈശ്വര പ്രാർത്ഥന. ഇതാണ് മനുഷ്യൻ ആചരിക്കേണ്ടതായ 4 ധർമ്മങ്ങൾ. $3.5 കോടി ചെലവിൽ നവീകരിച്ച മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശ ഈ മാസം 16-നും സംയുക്ത തിരുനാൾ നവംബർ 21 മുതൽ 24 വരെയും ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി തോപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടവകയിലെ കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമാണ് പള്ളി നവീകരണത്തോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതോടൊപ്പം പണിതീരാതെ കിടക്കുന്ന നാനാവിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട 10 കുടുംബങ്ങളുടെ വീടുകൾ പണി പൂർത്തീകരിച്ച് നൽകും. 10 ലക്ഷം രൂപയാണ് ഇതിന് വിനിയോഗിക്കുക. ഇടവകയിലെ നടക്കാൻ ബുദ്ധിമുട്ടുന്ന വയോധികരെ അടക്കം കൊണ്ടുവന്ന് സ്നേഹവിരുന്നും ഒരുക്കുന്നുണ്ട്. 16-ന് വൈകിട്ട് 3-ന് തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നവദേവാലയത്തിന്റെ കൂദാശ നിർവഹിക്കും. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വെക്കൽ, കപ്പേള ആശീർവാദം, അമ്പ് പ്രദക്ഷിണം, പാട്ട് കുർബാന, തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, ഗാനമേള എന്നിവയും ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജോയിന്റ് കൺവീനർ സ്റ്റീഫൻ ചുങ്കത്ത്, കൈക്കാരൻ പാവു ചിറമ്മൽ, പബ്ലിസിറ്റി കൺവീനർ TK ഹിരൺ എന്നിവരും പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നത്. തുടർന്ന് തിരുനാളിൻ്റെ കൊടികയറ്റവും ഇടവകയുടെ 40 വർഷത്തോളമായ ഏകദേശം 300ഓളം വീടുകളാണ് ഞങ്ങളുള്ളത്. 40 വർഷം മുമ്പ് 1988-ലാണ് പഴയ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 89-ല് പഴയ ദേവാലയം ആശീർവദിച്ചു. തുടർന്ന് 2023 മാർച്ച് മാസം 19-ാം തീയതി അഭിവന്ധ്യ മാർ ജേക്കബ് തുമ്പുഴി പിതാവ് പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടു. തളിക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തളിക്കുളം വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന യോഗം മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തഴച്ചു വളരാൻ അവസരമുണ്ടാക്കി കൊടുത്ത തൃശൂർ പൂരം കലക്കിയതിലൂടെ കലക്കാൻ DGPക്കും DIGക്കും ഉത്തരവ് കൊടുത്ത് തൃശൂർ പൂരം കലക്കി ഹിന്ദു വികാരമുണ്ടാക്കി സുരേഷ് ഗോപിക്ക് ജയിക്കാനും BJPക്ക് മുഖ്യമന്ത്രിയും അമിത്ഷയും ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു MP-യെ സമ്മാനിച്ച ഇരട്ടച്ചങ്കൻ എന്ന് പാടിപ്പുകഴ്ത്തുന്ന പിണറായി വിജയന് കൊടുക്കാനുള്ള ഷോക്കാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് ആ രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി വാർഡ് 9-ൽ KS റഹ്മത്തുള്ള, വാർഡ് 10-ൽ സെയ്ദ സിറാജ് എന്നിവർ മത്സരിക്കും. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, ട്രഷറർ BC അബ്ദുൽ ഗഫൂർ, BK നാസർ, KK ഹംസ, അബ്ദുൾ റസാഖ്, സിദ്ദിഖ്, AH നാസർ, PM സിറാജുദ്ദീൻ, AH ഫൈസൽ, ജമീല അബ്ദുൽ ഗഫൂർ, നാസിദ റഷീദ്, സ്ഥാനാർത്ഥി സെയ്ദ സിറാജ് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ
തൃത്തല്ലൂർ അംഗൻവാടി കുട്ടികൾക്ക് ശിശുദിനത്തോടനുബന്ധിച്ച് മധുരവും പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും നൽകി. NSS വളണ്ടിയർമാരായ ശ്രീദേവി CS, നിത RP, ദേവപ്രിയ KD, ആഗ്നേയ് TB, അഹീൻ MH, രാംജിത്ത്, ചിരാദ് KS, റെനീഷ PS, സിനാൻ AK, സൽമാൻ EK, അമിത് AS, അതുൽ KS എന്നിവർ പങ്കെടുത്തു. ശിശുദിനത്തിന്റെ സന്ദേശം അധ്യാപകരായ അമൃത TP, അപർണ KR എന്നിവർ പങ്കുവച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ആതിര PM തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കുമുള്ള NDA സ്ഥാനാർത്ഥികളെ BJP മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് പ്രഖ്യാപിച്ചു. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും 13 വനിതാ സ്ഥാനാർത്ഥികളും 2 പട്ടികജാതി സ്ഥാനാർത്ഥികളും അടക്കം 22 പേരെയാണ് വലപ്പാട് KC വാസു സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. വാർഡ് 1 ജിഷ സജീഷ്, 2 രശ്മി ഷിജോ, 3 രഹന സതീഷ്, 4 സന്ദീപ് മാരാത്ത്, 5 രമ്യ പ്രജീഷ്, 6 ഉമ്മർ പോക്കാക്കലത്ത്, 7 കിഷോർ തണ്ടയാമ്പറമ്പിൽ, 8 സിജി സോമസുന്ദരൻ, 9 സിന്ധു ഷിജോയ്, 10 മിനി അനിയൻ, 11 ശരണ്യ രതീഷ്, 12 നമിൽ ശങ്കർ, 13 സുധീഷ് കിഴക്കേപ്പുരയ്ക്കൽ, 14 രശ്മി ബിജു, 15 സേവ്യൻ പള്ളത്ത്, 16 PV ആനന്ദൻ, 17 ജിതിൻ റാം വിയത്ത്, 18 അരുൺ കളരിക്കൽ, 19 ശോഭന ഷൺമുഖൻ, 20 നീന അനിൽകുമാർ, 21 ഷൈനി ഷാജുകുമാർ, 22 ഹണി സജീഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. അറിയാം 5 വർഷം ഭരിച്ചപ്പോൾ എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു തരാൻ എങ്ങനെയൊക്കെ നമ്മൾ ആളുകളുടെ അടുത്ത് ചെന്ന് പെരുമാറണം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം എന്നെല്ലാം നമ്മുടെ 2 മെമ്പർമാർ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വിധത്തിലുള്ള ഭയം വേണ്ട. അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി നമുക്ക് ഇതിന് വേണ്ട ഒരു സ്ഥാനാർത്ഥികൾക്ക് വേണ്ട ഒരു പരിശീലന ക്ലാസ് നമ്മൾ വയ്ക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ച 5 മണി തൊട്ട് 8 മണി വരെയാണ്. അത് ചെമ്മാപ്പിൽ ബോട്ട് കളിലൊരു ഹാളിലാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വലപ്പാട് ഉപജില്ലാ കലോത്സവം കണ്ട് മടങ്ങുന്നതിനിടയിൽ 2.5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന അരപ്പവനോളം തൂക്കം വരുന്ന സ്വർണ്ണവള മോഷ്ടിച്ച കേസിൽ യുവതി പിടിയിലായി. 35 വയസ്സുള്ള ഗണേശമംഗലം വലിയകത്ത് വീട്ടിൽ സജനയാണ് അറസ്റ്റിലായത്. എങ്ങണ്ടിയൂർ സ്വദേശിനിയുടെ തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന 2.5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ കിടന്നിരുന്ന സ്വർണ്ണവളയാണ് ഇവർ മോഷ്ടിച്ചത്. വാടനപ്പള്ളി പോലീസ് SHO ഷൈജു NB, SIമാരായ സുബിൻ P ജിമ്മി, വിനീത് BG, SCPOമാരായ മഹേഷ്, റിഷാദ്, സൗമ്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വാടനപ്പള്ളിയിൽ തെങ്ങിൽ നിന്ന് വഴുതി വീണ് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണത്തിന്റെയും ശീവേലി നടപ്പുര നിർമ്മാണത്തിന്റെയും ശിലാസ്ഥാപനം നടത്തി. നവീകരിച്ച മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് നവദേവാലയത്തിന്റെ കൂദാശ ഈ മാസം 16-ന്. തിരുനാൾ നവംബർ 21 മുതൽ 24 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.